വെൽക്കം ടു ഗുവാഹട്ടി. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് AC വെയിറ്റിംഗ് ഹാളിലോട്ടാണ് പോയത്. 30 റുപ്പീസ് കൊടുത്തിട്ട് ഫ്രഷ് ആയി ഫുൾ എനർജിയിൽ ഇറങ്ങി. ഫ്ലൈറ്റിൽ വന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർ നമ്മളെ അവിടുന്ന് ജോയിൻ ചെയ്തു. ഇതാണ് നമ്മളെ ഫുൾ ട്രിപ്പ് കൊണ്ടുവന്ന വണ്ടി. പെട്ടിയും ബാഗൊക്കെ നൈസായിട്ട് ലോഡ് ചെയ്തു. എല്ലാരും കയറി ഇരുന്ന് ആഷിക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഷിലോങ് പോലീസ് ബസാറിലേക്കാണ് പോകുന്നത്. ഗുവാഹട്ടി അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. കുറെ ഷോപ്സും ബ്രാൻഡഡ് സ്റ്റോഴ്സും എല്ലാം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ എത്തുന്നതിന് മുമ്പ് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചെറിയ മണ്ണിടിച്ചിലും ഹൈവേയിൽ വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ചധികം സമയം സ്റ്റക്കായി. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ സേഫ് ആയിട്ട് തന്നെ ഇരുന്നു. ഈ ഫ്ലെക്സിലുള്ള സിംഗർ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായവരെ കമന്റ് ചെയ്യൂ കേട്ടോ. എല്ലാവർക്കും നല്ലോണം വിശക്കണമുണ്ട്. നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടപ്പോൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. നേപ്പാളി ക്യൂസിൻ കിട്ടുന്ന കടയായിരുന്നു. ഫുഡ് കഴിച്ച് ഫുൾ റീചാർജ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടി കയറി. സമയം വെറും 5:55 ആയിട്ടുള്ളൂ. പക്ഷെ 10 മണി ആയ പോലെ ഉണ്ടായിരുന്നു. ഗുവാഹട്ടിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ ജേർണി ഉണ്ട് ചിറാപുഞ്ചിയിലോട്ട്. നേരം ഇരുട്ടിയോണ്ട് പോലീസ് ബസാർ നമ്മൾ സ്കിപ്പ് ചെയ്തു. പക്ഷെ ഷിലോങ് ടൗണിലൂടെ നമ്മൾ പാസ് ചെയ്തു പോയി. നല്ല ഫോഗ് ഉണ്ടായിരുന്നു ആൻഡ് സീറോ വിസിബിലിറ്റി ആണ്. അതിൽ നമ്മളെ സേഫ് ആയിട്ടാണ് ഇവർ ഫുൾ ടീം എത്തിച്ചത്. അങ്ങനെ അവസാനം ആ ക്യൂട്ട് ഹോം സ്റ്റേയിൽ എത്തി. ചിക്കൻ താലി ആയിരുന്നു ഡിന്നർ. നാളെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ട്രക്കാണ്. അതിന്റെ കഥ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.